കോഴിക്കോട് കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് അന്തേവാസി കടന്നു കളഞ്ഞു. പ്രഭാത ഭക്ഷണം നൽകാൻ ജീവനക്കാർ സെല്ല് തുറന്നപ്പോൾ 28-കാരി ഓടിപ്പോയെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ദിൽഷ തെലകൻ വിവരങ്ങളുമായി ചേർന്നു. ദിൽഷ, യുവതിക്കായുള്ള തെരച്ചിൽ തുടരുന്നത് എങ്ങനെയാണ്? സെല്ല് തുറന്നപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഓടിപ്പോവുക? ഹാഷ്മി, നമുക്കറിയാം കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ജീവനക്കാരുടെ അഭാവമുണ്ട്, മതിയായ സെക്യൂരിറ്റി ജീവനക്കാരില്ല, ഇരട്ടിയിലധികം ഈ അന്തേവാസികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 28-കാരിയായ യുവതിയാണ്. ഈ യുവതിയെ മെയ് 19 മുതൽ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചികിത്സയിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ ജീവനക്കാർ ഭക്ഷണം നൽകാനായിട്ട് സെല്ല് തുറന്നപ്പോഴാണ് ഈ യുവതി ഓടിപ്പോയത്. എവിടേക്കാണ് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. ആവശ്യത്തിന് സെക്യൂരിറ്റി ജീവനക്കാരുണ്ടായിരുന്നില്ല എന്നാണ് സൂപ്രണ്ടിനോട് നമ്മൾ സംസാരിച്ചപ്പോഴും സൂപ്രണ്ട് പറഞ്ഞത്. നേരത്തെയും മതിയായ സുരക്ഷാ ജീവനക്കാരില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നിരവധി അന്തേവാസികൾ ഇത്തരത്തിൽ ചാടിപ്പോയതാണ്. ഇതിപ്പോൾ ഇന്ന് രാവിലെയാണ് 28-കാരിയായ അന്തേവാസി ചാടിപ്പോയിരിക്കുന്നത്. മലപ്പുറം സ്വദേശിനിയാണ്. എന്തായാലും ഇവർക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. നഗരത്തിലെ CCTV എല്ലാം തന്നെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ കഴിഞ്ഞ 4 വർഷത്തിനിടെ 320ഓളം അന്തേവാസികൾ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അവിടുത്തെ കെട്ടിടത്തിൻ്റെ അവസ്ഥയാണെങ്കിലും വളരെയധികം പഴകിയ ദ്രവിച്ച കെട്ടിടങ്ങളാണ്. നമ്മൾ നേരത്തെയും കണ്ടതാണ്. പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി എല്ലാം തന്നെ ചുമര് തുരന്നാണ് അവിടെ നിന്നും ചാടിപ്പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മതിയായ സുരക്ഷാ ജീവനക്കാരും അതുപോലെ തന്നെ ഈ കെട്ടിടത്തിൻ്റെ ഈ പഴകിയ ദ്രവിച്ച അവസ്ഥയെല്ലാം തന്നെ ചാടിപ്പോകാൻ എളുപ്പമാണ്. എന്തായാലും ഈ അന്തേവാസിക്കായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.